ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് പുസ്തകം. 2 വായനശാലയും തകർത്തു സഖാക്കന്മാർ. പിണറായിക്ക് ഇഷ്ടപ്പെടുക പിള്ളേർ പഠിക്കുന്ന സ്വന്തം മകൻ പഠിക്കുന്ന ഇഷ്ടപ്പെടും, വേറെ മക്കളാരും പഠിക്കുന്ന പിണറായിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കരമായ ആ രക്തസാക്ഷി മണ്ഡപം കണ്ടു. വണ്ടി നിർത്തി ഒന്ന് നോക്കി ആശ്വസിച്ചു. മറ്റൊന്നും കൊണ്ടുമല്ല, പ്രിയകരായ 5 ജനനേതാക്കന്മാർ, യുവജനങ്ങൾ, കേരളത്തിന്റെ അഭിമാനമായിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിരുന്ന 5 ചെറുപ്പക്കാർ വെടികൊണ്ട് വീണ സ്ഥലമാണിത്, കൂത്തുപറമ്പ്. ആ കൂത്തുപറമ്പില് നല്ല മണ്ഡപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മണ്ഡപമുണ്ടാക്കി വെച്ച് 5 പേർക്കൊപ്പം അന്ന് വെടികൊണ്ട് അനങ്ങാൻ പാടില്ലാതെ കട്ടിലിൽ കിടക്കുന്ന ഒരു സഹോദരൻ, ഒരു സഖാവ് കൂടിയില്ലേ പിണറായി വിജയൻ? അങ്ങ് മറക്കരുത്. എന്തിനു വേണ്ടിയാണ് ആ പാവങ്ങൾ 5 എണ്ണത്തിന് വേണ്ടി വെച്ച് വീഴ്ത്തിയത്? എന്തിനു വേണ്ടിയാണ് 5 സഖാക്കന്മാരോട് പോയി രാഘവനെ തടഞ്ഞ് പോലീസിനെ വെടിവെക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർദ്ദേശം കൊടുത്തത്? അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന MA ബേബി എന്ന് പറയുന്ന ഈ തൊപ്പിയാന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പാവപ്പെട്ട 5 ഡിവൈഎഫ്ഐക്കാർ സ്വാശ്രയത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി വെടിയേറ്റ് മരിച്ചു വീണത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ MA ബേബി എന്ന് പറയുന്ന അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അനുവാദത്തോടുകൂടി കൂത്തുപറമ്പിലെ പാവപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാര് ഡിവൈഎഫ്ഐ സമരം സംഘടിപ്പിച്ചുകൊണ്ട് സ്വാശ്രയത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി രാഘവനെ തടഞ്ഞ് വെടികൊണ്ട് മരിച്ചു വീഴുന്നു. ആ സഖാവ് ബേബി എന്താ ചെയ്യുന്നത്? ബേബി വളരെ സന്തോഷമായിട്ട് ഇപ്പോ മന്ത്രിയായി കഴിഞ്ഞപ്പോ ആ 5 പിള്ളേരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പോലും മൂത്രമൊഴിച്ചുകൊണ്ട്, ആ വാക്യാണ് ഉപയോഗിക്കട്ടെ, മനസ്സാക്ഷിയുള്ളവന്റെ മനസ്സ് വേദനിക്കണം സഖാവെ. കമ്മ്യൂണിസ്റ്റുകാരാ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ മനസ്സാക്ഷി എവിടെ? നിന്റെ സഖാക്കന്മാർ 5 പേരെ വെടിവെച്ചു കൊന്നിട്ട് പോകാൻ പറ്റൂല. ഈ 5 ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാര്, ബന്ധുക്കള്, സഖാക്കന്മാര്, സഹപ്രവർത്തകര്, കമ്മ്യൂണിസ്റ്റുകാര് ഈ നാട്ടിലെവിടെങ്കിലും ഉണ്ടെങ്കിൽ പിണറായി സഖാവിനോട് ചോദിക്കണം, ഞങ്ങളുടെ 5 മനുഷ്യജീവൻ ഡിവൈഎഫ്ഐയുടെ നമ്മുടെ 5 ജീവൻ കളഞ്ഞത് എന്തിന്? നിങ്ങളിപ്പൊ കൊടുത്തിരിക്കുന്നല്ലോ 52 സ്വാശ്രയ കോളേജുകൾ. അതിന് അപ്പുറത്തൊരു വലിയ കാര്യമുണ്ടല്ലോ, നിഷേധിക്കാൻ പറ്റുമോ? അതിനും അപ്പുറത്തല്ലേ സ്വാശ്രയത്തിനെതിരെ സമരം ചെയ്യാൻ 2 ഗവൺമെന്റ് കോളേജ്, 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെന്റ് കോളേജ് എന്ന AK ആന്റണിയുടെ പ്രഖ്യാപനം. ഇവിടെ നിന്ന് പോയ VT മുഹമ്മദ് ബഷീറാണ് ആദ്യമായി ഗവൺമെന്റ് മേഖലയിൽ സ്വാശ്രയ കോളേജ് തുടങ്ങിയത്. 50% ഗവൺമെന്റ് മെറിറ്റ് സീറ്റും 50% ഫീസിനുള്ള സീറ്റും. പക്ഷേ അതിനെതിരെ കേരളത്തിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിന് ആഹ്വാനം കൊടുത്ത പിണറായി വിജയൻ സ്വന്തം മകനെ എവിടെ പഠിപ്പിച്ചു എന്നൊന്ന് പറയണ്ടേ? സ്വാശ്രയത്തിനെതിരെ പറയുന്നല്ല കാര്യം. ഞാൻ തിരുമേനിയുടെ വലിയ നികഷ്ടജീവിയാണല്ലോ. മെത്രാന്മാരെല്ലാം നികഷ്ടജീവികളല്ലേ? ആ വലിയ നികഷ്ടജീവിയുടെ സ്വാശ്രയ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്വന്തം മകനെ +1ഉം +2ഉം പഠിപ്പിക്കുന്ന പിണറായി വിജയൻ സ്വാശ്രയ സ്ഥാപനത്തിലാണ്. നിർത്തിയില്ലല്ലോ. BBIക്ക് എവിടെയാണ് കൊണ്ട് പഠിപ്പിച്ചത്? സ്വന്തം ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനുമൊക്കെ സ്വാശ്രയത്തിൽ പഠിച്ചു പോലും 10% സംവരണമുണ്ടെങ്കിൽ ഗവൺമെന്റ് കോട്ടായിലോ അല്ലെങ്കിൽ കടമെടുത്തോ പഠിച്ച് വിദ്യാഭ്യാസമുണ്ടായി സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനെ തടയുന്ന പിണറായി വിജയൻ സ്വന്തം മകനെ BBIക്ക് കൊണ്ട് പഠിപ്പിച്ചത് ആലുവായിലെ GPC നായർ എന്ന് പറയുന്ന സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ സ്വാശ്രയ സ്ഥാപനത്തിലാണ് BBIക്ക് പഠിപ്പിച്ചതാണ്. ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ ഫീസ് എത്രയാണ്? വെറും 45 ലക്ഷം രൂപ.
ഒരു വർഷത്തെ ഫീസ് കൊടുത്തത് എത്രയാണ്? 93 ലക്ഷം രൂപ. സ്വന്തം മകനെ സ്വാശ്രയ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ സ്വാശ്രയം പാടില്ല, ഇവിടെ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും സ്വാശ്രയം പഠിക്കാൻ പാടില്ല. പക്ഷെ എന്റെ മകൻ പോയി പഠിക്കുന്നത് സ്വാശ്രയ